ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ മീൻ കുളത്തിയിട്ടിട്ട് ഇപ്പോൾ 2 മാസമായി. മാർച്ച് 17-നാണ് 2 മാസം തികഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കുളനിർമ്മാണം കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് തുടങ്ങാം. നമ്മൾ ഈ മേളിൽ കെട്ടിയിരിക്കുന്ന നെറ്റില്ലേ, അത് ഞങ്ങൾ ആമസോണിൽ നിന്ന് 2 ഓർഡർ ചെയ്തതാണ്. പിന്നെ ഈ താഴെ ഇട്ടേക്കുന്ന നെറ്റ് എന്ന് പറയുമ്പം അതിവിടെ അടുത്തുനിന്ന് സെക്കൻഡ് ഹാൻഡ് നെറ്റാണ്. അത് നമ്മൾ കിലോ തൂക്കി മേടിച്ചേക്കുവാണ് ആ നെറ്റ്. ഇത്തിരി ഡാമേജൊക്കെ ഉണ്ട്. അതവർ സെക്കൻഡ് ഹാൻഡാണ്. അതവർ ഒന്ന് റിപ്പയർ ചെയ്തിട്ട് നമുക്ക് തന്നേക്കുവാണ്. പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു മോട്ടർ മേടിച്ചിട്ടുണ്ട്. ആ മോട്ടർ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ മെയിൻ മോട്ടറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഇടുന്നതിലും നമ്മൾ ടാങ്ക് വെച്ചിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മോട്ടർ, നമ്മുടെ 2 ടാങ്കിലേക്കും സെപ്പറേറ്റ് വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് മോട്ടർ നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് പുറത്തോട്ടും പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ടാങ്കിലെ ഉള്ളിലേക്കും വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് മോട്ടർ ആക്കിയത്. പിന്നെ നമ്മുടെ ലൈറ്റ്, ഈ ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് സോളാറിലും വർക്ക് ചെയ്യുന്ന ലൈറ്റാണ്. അപ്പം ഇത് ഞങ്ങൾ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടാണ്. ഇതിൻ്റെ കൂടെ സോളാർ പാനലും നമുക്ക് കിട്ടും. നമുക്ക് ഈ ഒരു ലൈറ്റിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളധികം ലൈറ്റ് ഉപയോഗിക്കത്തില്ല. നമ്മൾ രാവിലെ ഇപ്പോൾ ലൈറ്റ് വേണ്ട, പിന്നെ രാത്രിയിൽ ഒരു നേരം ഫുഡ് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ മാത്രം അതിനു വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ് വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ അത്യാവശ്യം എക്സ്ട്രാ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഈ പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2 ടാങ്കിലേക്ക് ഉള്ളിലേക്ക് വെള്ളം പോകാനും പിന്നെ നമ്മൾ പുറത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് കളയാനും വേണ്ടിയിട്ട് കുറച്ച് പൈപ്പ് കണക്ഷൻസൊക്കെ നമ്മൾ അതൊക്കെ കൊടുക്കേണ്ടി വന്നു. നമ്മൾ ഈ ഗ്രീൻ നെറ്റ് ഇട്ടേക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെ ഇലയൊക്കെ വീഴുമ്പോൾ തട്ടിക്കളയാനുള്ള എളുപ്പത്തിനും അതിന് വേണ്ടിയിട്ടാണ്. പിന്നുള്ളത് നമ്മുടെ CCTV ക്യാമറയാണ്. ഇതും നമ്മൾ ഓൺലൈനിൽ മേടിച്ചിട്ടാണ്. വൈഫൈ കണക്റ്റഡാണ്. ഇത് 360 റൊട്ടേറ്റ് ചെയ്യും, മോഷൻ ഡിറ്റക്റ്റ് ചെയ്യും. നമുക്കിപ്പം നമ്മളപ്പം സ്ഥിരം അവിടെ ഇല്ലാത്തതുകൊണ്ട് ആരെങ്കിലും നമ്മുടെ ഇവിടെ സ്ഥലത്ത് വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനെ ക്യാമറ മേടിച്ചത്. ഇത് നമ്മുടെ കുളത്തിലെ വെള്ളം ഒരാഴ്ചയോളം നമ്മൾ മാറ്റിയിട്ടില്ലായിരുന്നു. അപ്പം അതിങ്ങനെ കുറച്ച് കൂടുതൽ അഴുക്കായിട്ടുണ്ട്. നമ്മളിത് പമ്പ് ചെയ്ത് മാറ്റി വേറെ വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 1-2 ആഴ്ച ഇപ്പം ഈ വെള്ളം മാറ്റിയിട്ടേ, അതാ ഇത്ര അഴുക്കായിട്ടുള്ളത്. നമ്മുടെ കുളത്തിൻ്റെ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലൊക്കെ മാറ്റിയാൽ മതി എന്നാണ് പറയുന്നത് വരാലെന്ന്. പക്ഷെ നമുക്കിപ്പം ഈ ആഴം കൂടുതലാണ്, വീതിയും നീളമൊക്കെ കുറവല്ലേ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മീനത് പ്രശ്നമാവും. അസുഖമൊക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസസ് കൂടുതലാണ്. ഞങ്ങൾ വെള്ളം മാറ്റി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇത്. അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ ചെറുതായിട്ടൊക്കെ മീൻ. ഇതിപ്പം 2 മാസമായി. 2-3 ഇഞ്ചിൻ്റെ വ്യത്യാസമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ ഫുഡ് മേടിച്ചാണെങ്കിൽ ഇപ്പം ഒരു 3 ട്രിപ്പ് ഫുഡ് മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ ഫ്ലോട്ടിംഗ് പെല്ലറ്റ്സ് 30 കിലോ മേടിച്ച് അത് 25 ദിവസം നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. 25 ദിവസത്തെ നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ മീൻ ആദ്യമേ മേടിച്ചപ്പോൾ ഉള്ള സൈസ് ഇതാണ്. ഇപ്പോൾ ഉള്ള സൈസ് എന്ന് പറയുന്നത് ഇത്രേ ആയിട്ടുള്ളൂ. ഒരുപാട് ഇപ്പോൾ വെള്ളം മാറ്റാത്തത് കൊണ്ട് അത്യാവശ്യം കുറച്ച് മീൻ ചത്തു പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ മീനൊന്നും ചത്തു പൊങ്ങിയിട്ടില്ല. പിന്നെ ഇവർ വരാൻ്റെ പ്രത്യേകത, ഇവർ പരസ്പരം കഴിക്കും. അപ്പം അത് അങ്ങനെ എത്ര എണ്ണം പോയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ വയ്യ. അല്ലാതെ വളരെ കുറച്ച് മീനേ ഈ ചത്ത് പൊങ്ങി വന്നിട്ടുള്ളൂ.
ഇത് ഈ ഇടയ്ക്ക് ചത്ത മീനാണ്. ഇതിൻ്റെ സൈസ് കമ്പാരിസൺ കണ്ടോ? ഇത് രണ്ടും തമ്മിൽ ഇത്രയും സൈസ് കമ്പാരിസൺ വരാൻ കാരണം ഇവർ ഓരോരുത്തർ ഫുഡ് എടുക്കുന്ന രീതിയാണ് ഈ കമ്പാരിസൺ ഇത്രയും വലുതും ചെറുതാവാനുള്ള കാരണം അതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ മീൻ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി ഇത്രയും ചെറിയ മീനും ഉണ്ട്, അത്യാവശ്യം വലിയ മീനും ഉണ്ടെന്ന് ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഇത്രയും 2 മാസത്തെ അപ്ഡേറ്റ്സ് ഇത്രയാണ്. നമ്മൾ തുടർന്നുള്ള കാര്യങ്ങൾ, തുടർന്നുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ തുടർന്നുള്ള വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.